നമസ്കാരം സുഹൃത്തുക്കളെ. IPL അവസാന ഘട്ടത്തിലേക്ക് ഒറ്റ റൗണ്ട് കളികൾ മാത്രമാണ് ബാക്കിയുള്ളത്. 13 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ നമ്മൾ 14ാമത്തെ പവർ റാങ്കിങ് എപ്പിസോഡുമായിട്ട് എത്തുകയാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഓൾറെഡി 3 ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണല്ലോ. RCBയും GTയും SRHും പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. 4ാമത്തെ ടീം ഏതായിരിക്കും? RRനാണ് ഏറ്റവും അധികം സാധ്യത. PBKSനും KKRനും നല്ല സാധ്യതയുണ്ട്. CSKയും DCയും വിദൂര സാധ്യതകളുമായിട്ട് നിൽക്കുകയുമാണ്. ഏറ്റവും അവസാനത്തെ ദിവസം, അതായത് ഗ്രൂപ്പ് സ്റ്റേജിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. അന്നാണ് ഇതിലാര് കയറും എന്നുള്ളതിന് ഫൈനൽ ഒരു തീരുമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു ഫോട്ടോ ഫിനിഷാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയാനുള്ള കാരണം, ഞായറാഴ്ച മുംബൈ ഇന്ത്യൻസിനെതിരെ RR കളിക്കുന്നുണ്ട്. ആ കളി RR ജയിച്ചാൽ പിന്നെ മറ്റാരും ഒന്നും നോക്കിയിട്ടും ഒരു കാര്യവുമില്ല. നോ ഇഫ് നോ ബട്ട് RR വിൽ ക്വാളിഫൈ ഫോർ എ പ്ലേ ഓഫ് എന്നതായിരിക്കും സ്ഥിതിവിശേഷം. അതല്ല അവർ തോറ്റാൽ പിന്നെന്ത് എന്നുള്ള ചോദ്യമുണ്ട്. PBKSും KKRും ഒക്കെ തക്കം പാർത്ത് അവിടെ നിൽപ്പാണ്. അവരുടെ നെറ്റ് റൺ റേറ്റിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ 13 റൗണ്ട് മത്സരങ്ങൾ എല്ലാവരും കളിച്ച് തീർത്ത ഘട്ടത്തിൽ പോയിൻ്റ് പട്ടിക നമ്മൾ ആദ്യം നോക്കുകയാണ്. 18 പോയിൻറ്റോടെ RCB 1-ാം സ്ഥാനത്ത് അപ്രമാദിത്വത്തോടു കൂടി നിൽക്കുമ്പോൾ GT 16 പോയിൻറ്റോടെ 2-ാമതും SRH 16 പോയിൻറ്റോടെ 3-ാമതും നിൽക്കുന്നു. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ടോപ്പ് 2 ആരായിരിക്കും ഫിനിഷ് ചെയ്യുക, അങ്ങനെ ക്വാളിഫയർ നേരിട്ട് ആര് കളിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വരും ഈ ഒരു അവസാന റൗണ്ട് മത്സരങ്ങളാണ് വിധി എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവസാന റൗണ്ടിലെ മത്സരങ്ങൾ എന്നർത്ഥം. 14 പോയിൻറ്റോടെ RR 4-ാമതാണെങ്കിൽ 13 പോയിൻ്റുള്ള PBKS 5-ാമതും അത്രയും പോയിൻ്റുള്ള KKR 6-ാമതുമാണ്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. തുടക്കത്തിൽ തുടരെ പൊട്ടിയ അതേ KKR അന്ന് നമ്മൾ കളിയാക്കി പറഞ്ഞതാണ്. KKRന് കിട്ടിയൊരു പോയിൻ്റ് PBKSനോട് മഴ പെയ്ത് കിട്ടി, ഒലിച്ചു വന്ന് കിട്ടിയ പോയിൻ്റാണെന്ന്. എല്ലാ കളിയും ജയിച്ച് വളരെ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന PBKSന് ഇത്തവണ ആർക്കും തടയാൻ പറ്റില്ലെന്നൊരു തോന്നലുണ്ടാക്കിയ ഘട്ടമാണത്. ഇപ്പം എന്താ, കാര്യങ്ങളെല്ലാം നേരെ തിരിഞ്ഞു. 5-6 കളികൾ തുടരെ പൊട്ടി നിൽക്കുന്ന PBKS എന്നാൽ തുടരൻ വിജയങ്ങളുമായിട്ട് KKR ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ 2 ടീമും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരേ പോയിൻ്റ് നിലയിലാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയവും രസകരവുമാണ്. CSKക്ക് 12 പോയിൻ്റ്, DCക്ക് 12 പോയിൻ്റ്. 7-ാം സ്ഥാനത്ത് CSKയും 8-ാം സ്ഥാനത്ത് DCയും. ഇനി MI, എന്ത് പരിതാപകരമാണോ മുംബൈ ഇന്ത്യൻസിൻ്റെ അവസ്ഥ. ഈ LSG വളരെ വേർഡൊക്കെ ചേർത്ത് ഗുഡ് ടീമാണെന്ന് പന്ത് പറയുന്നു എന്നല്ലാതെ റിസൾട്ടിലൊന്നും അത് കാണുന്നില്ല. 8 പോയിൻ്റ് വീതം നേടിയ ഈ ടീമുകൾ യഥാക്രമം 9, 10 സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. അതായത് മുംബൈ 9-ാമതും LSG 10-ാമതും. ഇതാണ് പോയിൻ്റ് പട്ടിക. ഇന്ന് നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുമ്പോൾ പ്രിയ സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ, പവർ റാങ്കിങ് എന്ന് പറയുന്നത് പോയിൻ്റ് പട്ടികയല്ല. ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ഏത് ടീമിനാണ് എന്നുള്ളത് നമ്മൾ സമഗ്രമായിട്ട് അപഗ്രഥിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വരാനിരിക്കുന്ന മത്സരങ്ങളും താരങ്ങളുടെ അവൈലബിലിറ്റിയും ഒക്കെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ വളരെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കുന്നതാണ് പവർ റാങ്കിങ്. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞ പോലെ ലീഗ് അവസാന ഘട്ടമായതുകൊണ്ട് പോയിൻ്റ് പട്ടിക കൃത്യമായിട്ട് പവർ റാങ്കിങ്ങിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. ചെറിയ ചില മാറ്റങ്ങളെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 9, 10 സ്ഥാനങ്ങളിൽ പുറത്തായ ടീമുകൾ MIയും LSGയും. ഇതിൽ ആര് 10 ആര് 9 എന്നുള്ള ചോദ്യത്തിന് ഇനി വലിയ പ്രാധാന്യമില്ലാന്ന് തോന്നുന്നു. പവർ റാങ്കിങ്ങിൽ എന്തായാലും 10-ാം സ്ഥാനത്താണ് MI, 9-ാം സ്ഥാനത്ത് LSG. വലിയ വിശകലനങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും പോവേണ്ടതില്ലെന്ന് തോന്നുന്നു. ഏറ്റവും ഒടുവിലത്തെ കളിയും KKRനോട് പൊട്ടി MI. അത് ഇന്നലത്തെ കളിയിൽ എന്ത് പരിതാപകരമായിരുന്നു MIയുടെ ബാറ്റിംഗ് എന്ന കാര്യം ഓർക്കുക. മറുഭാഗത്ത് മനീഷ് പാണ്ഡെയും പവലും ചേർന്നുകൊണ്ടാണ് KKRനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുംബൈ ഇന്ത്യൻസിൻ്റെ താരനിര, അവരുടെ പ്ലേയിങ് 11, ഇപ്പോൾ പ്ലേയിങ് 11 പ്ലേയിങ് 12, അത് നോക്കുമ്പോൾ എങ്ങനെ ഈ ടീം ഇങ്ങനെയായി എന്നുള്ളത് നമ്മൾ അത്ഭുതം കൂറും. റിക്കിൾട്ടനും രോഹിത് ശർമ്മയും നമാന്തിറും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും വിൽ ജാക്സും ഒക്കെ അടങ്ങുന്ന ടീമിൽ പക്ഷേ ടോപ്പ് സ്കോററായത് കോർബിൻ ബോഷാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ ആ ടീമിൻ്റെ പെർഫോമൻസ് എത്രത്തോളം മോശമായിട്ടുണ്ട്. ഒരു സംഘം സൂപ്പർ താരങ്ങൾ അതൊരു ടീം എന്ന രൂപത്തിൽ മികച്ച കോമ്പിനേഷനിലേക്ക് വരാതിരുന്നിടത്താണ് ഇത്തവണത്തെ മുംബൈയുടെ പ്രശ്നങ്ങളുള്ളത്. എന്ത് പരിഹാരം കാണും അടുത്ത സീസണിലേക്ക് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. LSGയുടെ കാര്യമാണ്. ഈ LSG 9-ാം സ്ഥാനത്താണ്.
LSGയും MIയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നമുക്കില്ല, ഒരുപോലെ തന്നെയാണ്. ഏറ്റവും ഒടുവിലത്തെ കളിയിൽ 6 അവരെ 7 വിക്കറ്റിന് പഞ്ഞിക്കിടുകയായിരുന്നു. പഞ്ഞിക്കിട്ടത് പക്ഷേ അവനാണ്, വൈഭവ് സൂര്യവംശിയാണ്. പക്ഷെ അതിനു മുമ്പത്തെ കളിയിൽ CSKക്ക് പണി കൊടുക്കാനും LSGക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അത്ഭുതം കൂറുന്ന ഒരു കാര്യമുണ്ട്, പന്ത് പറഞ്ഞതിൽ കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളത്. അതായത് വല്ലാത്തൊരു ബാറ്റിംഗ് നിര അവർക്കുണ്ട്, എന്നിട്ട് അതെങ്ങനെ ക്ലിക്കാവാതെ പോയി. മാർഷ് തുടക്കത്തിൽ ഇതേ ഫോമിലേക്ക് എത്തിയിരുന്നെങ്കിലോ പല കളികളുടെയും റിസൾട്ട് മറിച്ചായനെ. ഇംഗ്ലീഷ് വരാനൊന്ന് വൈകി, വന്നതിന് ശേഷം അദ്ദേഹവും പൊളിച്ചെടുക്കലാണ്. നിക്കോളാസ് പൂറൻ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഫോമിലേക്ക് വേണ്ടത്ര ഉയരാതെ പോയത്. അപ്പോൾ പന്ത് പറഞ്ഞ പോലെ ഇതൊരു കിടിലൻ ടീമാണ്, അതെവിടെയോ ക്ലിക്കാവാതെ പോയ കാഴ്ചയാണ് ഈ സീസണിൽ നമ്മൾ LSGയുടെ കാര്യത്തിലും കണ്ടത്. എന്തായാലും LSG നമ്മുടെ പവർ റാങ്കിങ്ങിൽ 9ാമത്, പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്ത് CSK. ശരിയാണ്, CSKക്ക് ഇനി ഒരു കളിയുണ്ട്, ചെറിയ സാധ്യതകളൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കാമെന്ന് മാത്രം. പക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടാ ഈ ബൗളിംഗ് നിരയും വെച്ച് GTയെ തോൽപ്പിക്കാൻ CSKക്ക് കഴിയുമെന്ന്? കഴിഞ്ഞാൽ നല്ലത്, അത്രേ പറയാനുള്ളൂ, കഴിഞ്ഞാൽ നല്ലത്. അതിനപ്പുറത്തേക്കുള്ളൊരു ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് GT ഇപ്പോൾ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ CSKയെ സംബന്ധിച്ചിടത്തോളം അവരെ പരിക്ക് വലച്ചൊരു സീസണാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം താരങ്ങൾക്ക് പരിക്ക് പറ്റി. MSD കളിച്ചതേയില്ല, ഈ അവസാന കളിയും MSD കളിക്കില്ല. അദ്ദേഹത്തിന് വീണ്ടും ഒരു ഇഞ്ചുറി, ഫിംഗർ ഇഞ്ചുറി പറ്റിയത്രേ, അദ്ദേഹം വീട്ടിലേക്ക് പോയത്രേ എന്ന് പറയുമ്പോൾ ഈ സീസണിലുടനീളം ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒടുവിൽ അദ്ദേഹം ഇല്ല. ആ യാഥാർത്ഥ്യം CSK ആരാധകർ ഉൾക്കൊള്ളുന്നതായിരിക്കും നല്ലത്. സഞ്ജു സാംസണിൻ്റെ പ്രകടനം 2 സെഞ്ചുറിയൊക്കെ വന്നെങ്കിലും അത്ര കൺസിസ്റ്റൻ്റ് ആയിരുന്നോ എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ശിവൻ ദ്യൂബയൊക്കെ ഫോം ഔട്ടിൻ്റെ മാരക വേർഷനിലേക്ക്, അതും ഒരു കിടലൻ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വീണുപോയതെന്ന കാര്യം കൂടി ഓർക്കണം. CSKയുടെ ബൗളിങ്ങിലെ പ്രശ്നങ്ങൾ തുടക്കം മുതൽ ഉണ്ടായിരുന്നു, പക്ഷേ ജെയ്മി ഒബേർട്ടൺ മികച്ച രൂപത്തിൽ അതൊക്കെ കവർ ചെയ്ത് വന്നതായിരുന്നു. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതോടുകൂടി ബൗളിംഗ് വീണ്ടും കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷവും സംഭവിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ CSKക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് CSK നമ്മുടെ പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്താണ് വരുന്നത്. പവർ റാങ്കിങ്ങിൽ 7ാമത് DC-ക്കും ഈ പറഞ്ഞ പോലെ അവരുടെ ക്യാപ്റ്റൻ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഡൽഹിയാണ്, എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. തുടർച്ചയായി 2 കളികൾ ജയിച്ചിട്ടുണ്ട്, പ്രതീക്ഷകൾ അവർക്കും ഉണ്ട്. KKRനെ പരാജയപ്പെടുത്തണം അടുത്ത കളിയിൽ. അങ്ങനെ വന്നാൽ ഒരു 14 പോയിന്റിലേക്ക് എത്തും. അടുത്ത കളി തോൽക്കണം, അതുപോലെ സംഭവിക്കണം, PB കേസ് പൊട്ടണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്തെല്ലാമോ എവിടെയൊക്കെയോ ചെറിയ സാധ്യതകളെന്ന് പറഞ്ഞു നിൽപ്പാണ്. പക്ഷെ DCയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ടീം കാണുമ്പോൾ നമുക്ക് തോന്നുക. ഇപ്പോൾ മികച്ച നിര അവർക്കുമുണ്ട്, പക്ഷേ അത് വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് അവർ പോയതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ രൂപത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവർ വീണത്. എന്തായാലും മിച്ചൽ സ്റ്റാർക്കിൻ്റെ വരവോടുകൂടി ടീം ഒന്ന് ഉണർന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മിച്ചൽ സ്റ്റാർക്ക് ഒരൽപ്പം നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പല റിസൾട്ടുകളും മാറിപ്പോകുമായിരുന്നില്ലേ എന്നൊരു ചോദ്യം അവരുടെ ആരാധകർക്കിടയിൽ എന്തായാലും ഉണ്ട് താനും. ഇനിയിപ്പോൾ കാത്തിരിക്കാം DCക്കെതിരെ KKRനെതിരെ ജയിക്കാനും ബാക്കി റിസൾട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാനും വേണ്ടിയിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ നോക്കണം, പോറലും KL രാഹുലും മികച്ച പ്രകടനം നടത്തി, അക്ഷർ പട്ടേൽ നന്നായിട്ട് കളിച്ചു. ഇങ്ങനെ വരുമ്പോൾ അതേപോലെ തന്നെ നന്നായി കളിച്ചുകൊണ്ടിരുന്ന പല താരങ്ങൾ, ഡേവിഡ് മില്ലറും സ്റ്റെപ്സൊക്കെ ഔട്ട് ഓഫ് ഫോം ആകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇൻകൺസിസ്റ്റൻ്റ് ആണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ കളിയിലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് ഒറ്റ ഓവർ തന്നെ കളി തിരിക്കുന്ന മിച്ചൽ സ്റ്റാർക്കിനെയും നമ്മൾ കണ്ടു. സോ മികച്ച ടീമാണ്, റിസൾട്ട് വേണ്ടത്ര ഉണ്ടാക്കിയെടുക്കാൻ പറ്റാതെ പോയ DC പവർ റാങ്കിൽ 7ാമത്. പവർ റാങ്കിൽ 6ാമത് PB കേസ്. അത് സാധ്യതകൾ വെച്ചിട്ടാണ് 6ാമത്. ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് അവർ 6ാമതായതല്ല, സാധ്യതകൾ അവർക്കാണ് കൂടുതൽ. എന്തൊരു വൈരുദ്ധ്യമാണ് അവരുടെ റിസൾട്ടുകൾ തമ്മിൽ. ആദ്യത്തെ 7 കളികൾ, അതിൽ 6 ജയിച്ചു, 1 മഴ പെയ്തു പോയി. 13 പോയിന്റുമായിട്ട് അപരാജിത കുതിപ്പ് നടത്തി. ഈ IPL ഏറ്റവും മികച്ച ടീം എന്നുള്ള വിശേഷണങ്ങൾ അവർ പേറി. പക്ഷേ 2ാമത്തെ ഘട്ടത്തിൽ, IPLൻ്റെ അടുത്ത ഘട്ടത്തിൽ അതേ PB കേസ് ഒറ്റ കളി പോലും ജയിക്കാതെ 6 കളികൾ കടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ RCBയോട് 23 റൺസിന് തോറ്റു. ഇനിയിപ്പോൾ അവസാന കളി LSGക്കെതിരെയാണ്. അത് ജയിച്ചാൽ ചെറിയ സാധ്യതകളുണ്ട്, അപ്പോഴും 6 പൊട്ടണം. എന്നാൽ ഈ സാധ്യതകളൊക്കെ ഓണാവണമെങ്കിൽ 6 പൊട്ടണം. ഏതായാലും PB കേസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബൗളിംഗ് റണ്ണ് ലീക്ക് ചെയ്യുന്നു. അത് പക്ഷെ നേരത്തെയും ഉണ്ടായിരുന്നതാണ്.
ആ ലീക്ക് ചെയ്യുന്ന റണ്ണ് കവർ ചെയ്തിരുന്ന അവരുടെ ബാറ്റർമാരാണ്. പക്ഷെ ആ ബാറ്റർമാർക്ക് ആ കൺസിസ്റ്റൻസി പിന്നീട് തുടരാൻ കഴിയാതെ പോയിടത്താണ് അവരുടെ കാലിടാൻ തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ കളി നോക്കിയാൽ മതി. പ്രിയാൻഷാരി ഡക്ക്, പ്രഭ്സിമ്രാൻ 2, ശ്രേയസ് അയ്യർ 1. ഫോമിൻ്റെ പാരമ്യതയിൽ നിന്നൊരു ടീം താഴേക്ക് വീഴുന്ന കാഴ്ചയും അതിനനുസരിച്ച് റിസൾട്ട് നെഗറ്റീവ് ആവുന്ന കാഴ്ചയും അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് നമ്മൾ PBKSൽ കണ്ടത്. സോ PBKSന് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പല കാര്യങ്ങളും സംഭവിച്ചാൽ ഇപ്പോഴും പ്രതീക്ഷിക്കാം. പക്ഷെ ഇതൊരു വല്ലാത്ത വീഴ്ചയായിപ്പോയി. പവർ റാങ്കിങ്ങിൽ 5ാമത് അത് KKR ആണ്. ഒരു ഘട്ടത്തിൽ വീണ് പോയി സ്ഥിരമായി 10ാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു ടീമാണ് ഇപ്പോൾ നമ്മൾ പവർ റാങ്കിങ്ങിൽ 5ാം സ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? വല്ലാത്തൊരു തിരിച്ചുവരവല്ലേ ഈ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ തുടരൻ വിജയങ്ങൾ. കഴിഞ്ഞ കളിയിൽ അവർ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തുന്നു. അതിന് മുമ്പത്തെ കളിയിൽ അവർ GTയെ പരാജയപ്പെടുത്തുന്നു. അതിനിടക്കൊന്ന് RCBയോട് തോറ്റുപോയി. പക്ഷേ പിന്നെ അതിനു മുമ്പ് DC, അതിനു മുമ്പ് SRH, അതിനു മുമ്പ് LSG, അതിനു മുമ്പ് RR, അങ്ങനെ അവരുടെ ഷോ കേൾക്കാത്ത ടീമുകളില്ല എന്ന മട്ടിലേക്ക് അവർ കാര്യങ്ങൾ മാറ്റിയെടുത്തിടത്താണ് ഈ ഒരു പ്രതീക്ഷ അവർക്ക് വരുന്നത്. എന്തായാലും നിലവിൽ അവർക്ക് PBKSനെ പോലെ തന്നെ 13 പോയിന്റുകളാണുള്ളത്. എന്നാൽ പോലും സാധ്യതകൾ അവർക്കുണ്ട്. ഈ സാധ്യതകൾ എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാൻ റോയൽസിൻ്റെ ഒരു വീഴ്ച അടുത്ത കളിയിൽ മുംബൈ ഇന്ത്യൻസിനോട് സംഭവിച്ചാൽ KKRന് തീർച്ചയായിട്ടും വലിയ സാധ്യതകൾ അവിടെ ഉണ്ട്. അതവർ സാധിച്ചെടുക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഫിന്നാലൻ്റെ ഫോമാണ് അവരെ കാര്യങ്ങളാകെ മാറ്റിമറിച്ചു. പക്ഷേ ഇന്നലെ ഇപ്പോൾ ഫിന്നാലൻ്റെ ഫോമിൻ്റെ കാര്യവും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്നലത്തെ കളിയിൽ ഫിന്നാലിന് അത്ര മികവിലല്ല കളിച്ചത്. പക്ഷേ മനീഷ് പാണ്ഡെ ഈ സീസണിൽ ആദ്യമായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ഒന്നും ഒരു പ്രശ്നമില്ല, ടച്ച് ഒന്നും ഒരു തരത്തിലും പോയിട്ടില്ല എന്ന രൂപത്തിൽ അദ്ദേഹം കളിക്കുന്നു. അതോടൊപ്പം തന്നെ പവലിൻ്റെ മികച്ചൊരു പ്രകടനം കൂടി വന്നു. 2 കൂടി ആയപ്പോൾ മുംബൈയെ തോൽപ്പിക്കാൻ ഇപ്പോൾ അതൊക്കെ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അവർ കിടിലൻ വിജയത്തിലേക്ക് തന്നെ പോയത്. സുനിൽ നാരായണൻ്റെ ബൗളിംഗ് എടുത്തു പറയണം. ഇപ്പോഴും സുനിൽ നാരായൺ ഈസ് ഡൂയിങ് സുനിൽ നാരായൺ തിങ്സ് എന്നാണ്. അതായത് എതിർ ടീമിൻ്റെ ബാറ്റർമാർക്ക് റൺ എടുക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തെ ആക്രമിക്കാൻ പോയാൽ വിക്കറ്റ് വീഴുകയും ചെയ്യും. അദ്ദേഹം എടുത്തില്ലെങ്കിൽ മറുഭാഗത്ത് വിക്കറ്റ് എടുക്കും. ഇതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പം ശരിക്കും പറഞ്ഞാൽ പരിക്കിൻ്റെ പ്രശ്നങ്ങളിൽപ്പെട്ട് തുടക്കത്തിലേ വലഞ്ഞു പോയൊരു ടീം ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുവന്നതിന് നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതോടൊപ്പം തന്നെ അടുത്ത കളി അവർക്ക് DCക്കെതിരെയാണ് എന്ന് പറഞ്ഞാൽ പ്ലേ ഓഫ് കണ്ടൻറ്റേഴ്സ് ആയിട്ടുള്ളൊരു ടീമിനെതിരെയാണ്. അവരെ വീഴ്ത്തുക. പിന്നെ RRൻ്റെ റിസൾട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ജയിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലയെന്ന് അറിയാനേ. ഇത് ഞായറാഴ്ച ഡബിൾ ഹെഡറാണ്. അതിൽ 2ാമത്തെ കളിയാണ് KKR vs DC. അപ്പോൾ RR ഓൾറെഡി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അതല്ല, RR അവിടെ തോറ്റിട്ടുണ്ട് എങ്കിൽ പിന്നെ 15 പോയിന്റിലേക്ക് എത്താൻ പറ്റും. PBKS ഓൾറെഡി അവരുടെ കളി ജയിച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ നെറ്റ് റൺ റേറ്റിനെ മറികടക്കാൻ എന്ത് വേണം എന്നുള്ളത് മുൻകൂട്ടി തന്നെ KKRന് മനസ്സിലാവുകയും ചെയ്യും. അത് അഡ്വാൻറ്റേജ് ആണ്. അത് ഉപയോഗപ്പെടുത്താം. അവർക്ക് മുന്നോട്ട് കയറാനുള്ള സാധ്യതയുണ്ട്. KKR എങ്ങാനും ഇത്തവണ പ്ലേ ഓഫിൽ എത്തുകയാണെങ്കിൽ അതൊരു വല്ലാത്ത തിരിച്ചുവരവിൻ്റെ കഥയായിരിക്കും. 4ാമത് എന്താ സംശയം രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. രാജസ്ഥാൻ റോയൽസ് വൈഭവ് സൂര്യവംശി മിന്നും പ്രകടനം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അത്ഭുതപ്പെടുത്തുകയാണവൻ. പിന്നെ റിയാൻ പരാഗ് ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അവനുണ്ട് എങ്കിൽ പോലും ധ്രുവ് ജുറൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ബൗളിങ്ങിലാണെങ്കിലും വേണ്ട ഘട്ടങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കാവുന്നുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ മോശമല്ല. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ യശസ്വി ജയ്സ്വാളും ക്ലിക്കാവുന്ന കാഴ്ച കണ്ടു. സോ പീക്കിംഗ് അറ്റ് റൈറ്റ് ടൈം നമ്മൾ പറയാറില്ലേ, അതാണ് RRനുള്ളതെങ്കിൽ സ്ലിപ്പിംഗ് അറ്റ് റോങ് ടൈം എന്നുള്ളതാണ് PBKSന് സംഭവിച്ചിട്ടുള്ളത്. സോ RRന് അവരുടെ അടുത്ത കളി അത്ര ശക്തരായിട്ടുള്ള ടീമിനോടല്ല. RRൻ്റെ അടുത്ത കളി വരുന്നത് നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിനോടാണ്. ശക്തരല്ല എന്ന് പറഞ്ഞത് പോയിന്റ് പട്ടിക അടിസ്ഥാനത്തിലാണ്. ടീം കിടുവാണ്, അതിൽ തർക്കമൊന്നുമില്ല. റിസൾട്ട് വരുന്നില്ലെങ്കിൽ കളിക്കാർ കിടുവാണ്, ടീം നമ്മൾ കിടു എന്ന് പറയണ്ട. കാരണം ടീം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് നന്നായി കളിക്കുമ്പോഴാണല്ലോ. അത് സംഭവിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പ്രത്യേകിച്ചൊരു മോട്ടീവില്ലാതെ കളിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ആണ് രാജസ്ഥാൻ റോയൽസിനെതിരെ കളിക്കാനുള്ളത്. പ്രത്യേകിച്ചൊരു മോട്ടീവില്ലല്ലോ. എന്ത് മോട്ടീവാണുള്ളത്? അതേസമയം RRന് മികച്ച ഒരു മോട്ടിവേഷണൽ ഫാക്ടർ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ജയിക്കണം. അവരുടെ ഭാഗധേയം അവർക്ക് തന്നെ തീരുമാനിക്കണം. കാരണം അവർ ജയിച്ചാൽ പിന്നെ വേറെ നോക്കണ്ട. മറ്റൊരു ടീമിൻ്റെയും റിസൾട്ട് അവർക്ക് കാത്തിരിക്കേണ്ടതില്ലാതെ തന്നെ അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ പറ്റും. സോ അതാണ് RRൻ്റെ മോട്ടിവേഷണൽ ഫാക്ടർ. അത് വെച്ച് അവർ മികവ് കാണിക്കുന്നെന്ന് പ്രതീക്ഷിക്കുക. 3ാമത് പവർ റാങ്കിങ്ങിൽ 3ാമത്
ആണ്. ഗുജറാത്ത് ടൈറ്റൻസ് മികച്ച പ്രകടനമാണ് അവരുടെ ക്യാപ്റ്റൻ്റെ കീഴിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവസാന കളിയിൽ അവരൊന്ന് കാലിടറിപ്പോയി. അത് KKRൻ്റെ വിജയക്കുതിപ്പിൽ വീണതാണ്. 29 റൺസിന് വീണുപോയി. പക്ഷെ അതിന് മുമ്പത്തെ കളിയൊക്കെ നോക്കണം. SRH എന്ന കിടിലൻ ടീമിനെ 82 റൺസിന് വീഴ്ത്തി. RRനെ അവർ 77 റൺസിന് വീഴ്ത്തി. അങ്ങനെ PBKസിനെ 4 വിക്കറ്റിന് വീഴ്ത്തി. അങ്ങനെ തുടരും ജയങ്ങളുമായിട്ട് അവർ കുതിച്ചു പാഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇന്ന് CSKക്കെതിരെയാണ്. ജയിക്കുക, ടോപ്പ് 2 സ്ഥാനം ഉറപ്പിക്കുക എന്നതായിരിക്കും അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ മിന്നും ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയും എല്ലാവരും ഇപ്പോൾ പാടി പുകഴ്ത്തുന്ന ഒരു രൂപത്തിലേക്ക് തന്നെ പോയിട്ടുണ്ട്. സായ് സുദർശൻ നല്ല ഫോമിലാണ്. ജോസേട്ടൻ കഴിഞ്ഞ കളിയിൽ അർദ്ധ സെഞ്ചുറി നേടിക്കൊണ്ട് മികവ് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം മികവ് തുടരുന്നു. ജെയ്സൺ ഹോൾഡർ വന്നതിന് ശേഷം ടീമിൻ്റെ ബാലൻസ് മികച്ച രൂപത്തിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവരുടെ ബൗളിങ്ങിലാണെങ്കിലും മോശമല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ആളുകളുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും GT തവണ വലിയ പ്രതീക്ഷകൾ വെക്കുന്നുണ്ട്. GT at number 3. At number 2 it's SRH at number 2. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, SRHനെ പോലൊരു ടീമിൻ്റെ മികവ് അതിൻ്റെ കൃത്യമായ സമയത്ത് പുറത്തു വന്നതാണ് നമ്മൾ ഈ സീസണിൽ കണ്ടത്. അവരുടെ ക്യാപ്റ്റനെയാണ് നമ്മളതിനെ അഭിനന്ദിക്കേണ്ടത്. പക്ഷേ ഇഷാൻ കിഷൻ നയിച്ചപ്പോഴും ടീം മോശമല്ലാത്ത തന്നെ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. പാറ്റ് കമിൻസ് വന്നത് ഏറ്റെടുത്തപ്പോൾ അവരൊന്നുകൂടി മികച്ച രൂപത്തിലേക്ക് മാറി. സോ കഴിഞ്ഞ കളിയിൽ CSKക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഹോപ്പ് പൂർണ്ണമായിട്ട് അവരങ്ങ് തീർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ ഇഷാൻ കിഷനാണ് കളി ജയിപ്പിച്ചതെന്നാണ് പാറ്റ് കമിൻസ് പിന്നെ പറഞ്ഞത്. പിന്നെ ഹെൻറിക് ക്ലാസൻ തൻ്റെ ഈ സീസണിലെ ഫോം അതുപോലെ തുടരുന്ന കാഴ്ച. ട്രാവിസ് ഹെഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികവിലേക്ക് ഈ സീസണിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനില്ല എന്ന് പറയും. പക്ഷേ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആ ബാറ്റിൽ നിന്നും റണ്ണ് വന്നിട്ടുണ്ട്. സോ ഈ ബാറ്റർമാരും അതുപോലെ തന്നെ ഇപ്പോൾ പാറ്റ് കമിൻസ് നയിക്കുന്ന ഒരു ബൗളിംഗ് നിര, ആ ബൗളിംഗ് നിരയിൽ ഇപ്പോൾ പ്രഫുൽ ഹിഞ്ചയെ പോലെ സാക്കിബ് ഹുസൈനെ പോലെയുള്ളവരെ മികച്ച രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്നു. ഇസാൻ മലിംഗ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു. എല്ലാം കൂടി ചേരുമ്പോൾ വലിയ പ്രതീക്ഷ ഇത്തവണ SRHനുണ്ട്. SRH is at number 2 in our power ranking. At number 1 it's RCB. നിലവിലെ ചാമ്പ്യന്മാർ ഒരിക്കൽ കൂടി കിരീടത്തിൽ മുത്തമിടുമെന്ന് ആരാധകർ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും നമുക്ക് തെറ്റു പറയാൻ പറ്റാത്തവണ്ണം കിടിലൻ ബാറ്റിംഗ് പ്രകടനവും അതിനൊത്ത ബൗളിംഗ് പ്രകടനവുമായിട്ടാണ് അവരുടെ ടീം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. RCBയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവർക്കൊരു കളി ബാക്കിയുണ്ട്. അത് SRHനെതിരെയുള്ള കളി നാളെ. ആ കളി കൂടി വിജയിച്ച് 1ാം സ്ഥാനം ഉറപ്പിച്ച് ക്വാളിഫയർ കളിക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ ജേക്കബ് ബത്തലിൻ്റെ കാര്യത്തിലാണ് ഒരാശങ്കയുള്ളത്. അദ്ദേഹം ഫോമിലല്ല. എന്നാൽ ഫിൽസാൾട്ട് ഇതാ മടങ്ങിയെത്തുന്നു. ഫിൽസാൾട്ട് വരുന്നു. ഫിൽസാൾട്ട് ഉണ്ടാവും ഈ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക്. അത് അവർക്കൊരു വലിയ ബൂസ്റ്റാണ്. പിന്നെ കിങ് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ഒക്കെ നല്ല ഫോമിലാണ്. കഴിഞ്ഞ കളിയിൽ വെങ്കിടേഷ് അയ്യർ അങ്ങ് പൊളിച്ചടുക്കി അദ്ദേഹത്തിന് കിട്ടിയ അവസരം കൂടി മാക്സിമത്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് പറയുമ്പോൾ ടീമിൻ്റെ ഡെപ്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണല്ലോ. ബൗളിങ്ങിൽ പിന്നെ ഭുവിയും ജോഷ് ഹേസൽവുഡും ഒക്കെ ഏത് തരം ഫോമിലാണ് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കുകയും വേണ്ട. സോ 1 RCB, 2 SRH, 3 GT, 4 RR, 5 KKR, 6 PBKs, 7 DC, 8 CSK, 9 LSG, 10 MI. നിങ്ങൾക്ക് ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.